നമസ്കാരം. നേപ്പാളിൽ വൻ നാശം വിതച്ച പ്രളയത്തിന് കാരണം ഭൂചലനമല്ലെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. ബുധനാഴ്ച രാവിലെ പ്രളയത്തിന് തൊട്ടുമുൻപ് അനുഭവപ്പെട്ട പ്രകമ്പനം ഭൂചലനമല്ലെന്നും ശക്തമായ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ പ്രകമ്പനമാണെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് ഒഴുകുന്ന ഫോട്ടെ കോശി നദിയുടെ കൈവഴിയായ ലെൻഡെ ഖോല നദിയിലേക്ക് മലഞ്ചെരിവിൽ നിന്ന് വൻ മണ്ണിടിച്ചിൽ ഉണ്ടായി. ഇതാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 5.2 തീവ്രതയുള്ള ഭൂകമ്പനത്തിന് സമാനമായ ആഘാതം സൃഷ്ടിച്ച വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ തുടരുകയാണ്. നമുക്ക് ന്യൂസ് ടൈം ആരംഭിക്കാം. പതിവ് പോലെ ആദ്യം തലക്കെട്ടുകൾ. വിശക്കുന്ന വയറുകൾക്ക് തിരുവോണനാളിൽ ഓണാഘോഷവും ഓണസദ്യയും ഒരുക്കി കരുതൽ കൂട്ടായ്മ. കൊടുങ്ങല്ലൂരിലെ വേറിട്ട ഓണാഘോഷത്തിന് ജനങ്ങളുടെ കയ്യടി. സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വർധന. ഓഗസ്റ്റ് 25 വരെ വെബ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 771.29 കോടി രൂപയുടെ മദ്യം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ലോറി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ വെന്തു മരിച്ചു. മുട്ടൂർ കാഞ്ഞിക്കുളത്താണ് പുലർച്ചെ അപകടം ഉണ്ടായത്. വിശദമായ വാർത്തകൾ നോക്കാം. വിശക്കുന്ന വയറുകൾക്ക് തിരുവോണനാളിൽ ഓണാഘോഷവും ഓണസദ്യയും ഒരുക്കി കരുതൽ കൂട്ടായ്മ. വഴിയോരങ്ങളിൽ കഴിയുന്നവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായാണ് കൊടുങ്ങല്ലൂരിൽ വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ചത്. മാവേലി നാടുവാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുമായി കരുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു തിരുവോണാഘോഷം. കൊടുങ്ങല്ലൂരിലും കോട്ടപ്പുറത്തും ഒരു ദിവസം പോലും മുടങ്ങാതെ സൗജന്യ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന കൂട്ടായ്മയാണ് കരുതൽ. കൊടുങ്ങല്ലൂർ SNDS ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും ഓണസദ്യയും മുൻ MLA E.T. ടൈസൺ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. അതിന് കാരണമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഓണമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെന്ന് പറയുന്നത് വിദേശത്തുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു, കൂട്ടുകാർ പറയുന്നതെന്നറിയും, ആ കോമ്പൗണ്ടിലുള്ള ഫ്ലാറ്റിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ ഓണം ആഘോഷിക്കണം. മാസത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവർ പറയും. അടുത്ത മാസം വേറൊരു വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അടുത്ത തവണ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ മിക്കവാറും ഒരു ഓണത്തിന്റെ ആഘോഷം കഴിയുമ്പോഴേക്കും അടുത്ത ഓണം എത്തിച്ചിട്ടുണ്ടാവുന്നതാണ്. എന്നാലോചിച്ചു, ഇങ്ങനെ മാറി മാറി മാറിയാണ് അവിടെ ഓണം ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓണത്തിന് സമയം കുറച്ച് നീണ്ടുപോയി അങ്ങോട്ട് പോയി ഒന്നുമില്ല. അത്രമാത്രം തീക്ഷ്ണമായിട്ടുള്ള വികാരമുള്ള ഒരു കാര്യമാണ് ഓണം സംബന്ധിച്ച്. ഓണത്തിന്റെ പഴയ ആളുകൾ ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ കഴിയാതെ. ഓണത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ അക്കാലങ്ങളിൽ ഏറ്റവും നിറവയറോടുകൂടി ഭക്ഷണം കഴിക്കുന്നില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസമാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ആരും വെറുതെ ഇരിക്കില്ല. അങ്ങനെ അന്നത്തെ പ്രധാനപ്പെട്ട കളികൾ ഒരുപാട്, ഓണക്കളി മുതൽ കോട്ടവാറ് തുടങ്ങിയ ഒരുപാട് കളികൾ പ്രത്യക്ഷമാണ്. അപ്പൊ കുട്ടികൾക്കുള്ള കളി വേറെ, ഊഞ്ഞാലാട്ടം വേറെ, അങ്ങനെ നാട് മുഴുവൻ ആഘോഷത്തിന്റെ തിമത്തിലാകുന്ന ഒരു അവസരമാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിനെ സംബന്ധിച്ചുള്ളൊരു മിത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാബലി ചക്രവർത്തിയെ കുറിച്ചുള്ള അല്ലെ, നല്ല നീതിമാനായിട്ടുള്ള, പൊളിയില്ലാത്ത, സത്യസന്ധനായ, അല്ലെ, കേരളത്തിലൊരു മോഡലായ ഭരണാധികാരി എന്ന് പറയുന്നത് മഹാബലിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസൂയയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താന്നതിന്റെ കഥ പറയുന്നത് എല്ലാവർക്കും അറിയാം. താഴ്ത്തപ്പെടാൻ ഒരിക്കലും അദ്ദേഹം പ്രജകളെ കാണാനുള്ള അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് അദ്ദേഹം കാണാൻ വരുന്ന ദിവസമാണ് നമ്മുടെ ഈ ഓണമായി ആഘോഷിക്കുന്നതെന്ന് പറയാറ്. മാത്രമല്ല, പഴയ കാലങ്ങൾ അപേക്ഷിച്ചുള്ള പ്രത്യേകതയുള്ളത്, മിക്കവാറും നെൽവയലുകളെല്ലാം കൊയ്ത് കറ്റയെടുത്ത് പത്തായപ്പുരകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി. സുധീർ മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ DYSP രതീഷ് കുമാർ മുഖ്യാതിഥിയായി. SNDS പ്രസിഡന്റ് സെലിൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ടോണി ജോസ് കോട്ടപ്പുറം, ശ്രീലത, രാജു, ഷാജി വടക്കൻ എന്നിവർ സംസാരിച്ചു. സുനിൽ കൃഷ്ണ, വിജേഷ്, മിനി അശോകൻ, അനിൽകുമാർ വയലേഴത്ത്, CT റാഫി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിരുവോണത്തിന്റെ സന്തോഷം എല്ലാവരിലേക്കും പങ്കുവച്ച് വിശക്കുന്ന വയറുകൾക്ക് സ്നേഹത്തിന്റെ ഒരു ഓണസദ്യ ഒരുക്കുകയായിരുന്നു കരുതൽ കൂട്ടായ്മ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വർധന. ഓഗസ്റ്റ് 25 വരെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 771.29 കോടി രൂപയുടെ മദ്യം. ഉത്രാട ദിവസം മാത്രം വിൽപ്പന 126.31 കോടി രൂപയാണ്. സംസ്ഥാനത്ത് ഇത്തവണ ഓണക്കാലത്ത് മദ്യവിൽപ്പനയിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 25 വരെ 8 ദിവസത്തെ കണക്കുപ്രകാരം ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി 771.29 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 460.80 കോടി രൂപയായിരുന്നു വിൽപ്പന. ഉത്രാട ദിവസം മാത്രം 126.31 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ശനിയാഴ്ച 102.28 കോടി രൂപയുടെ വിൽപ്പനയും രേഖപ്പെടുത്തി. ഓണം സീസണിലെ ആദ്യ 3 ദിവസങ്ങളിൽ മാത്രം 279.12 കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 250.96 കോടി രൂപയായിരുന്നു വിൽപ്പന. അതായത് ഇത്തവണ 28.16 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. ഓണം സീസൺ പുരോഗമിക്കുമ്പോൾ മദ്യവിൽപ്പന ഇനിയും ഉയരാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, കൊച്ചി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ലോറി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ വെന്തു മരിച്ചു. മുണ്ടൂർ കാഞ്ഞിക്കുളത്താണ് പുലർച്ചെ അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുണ്ടൂർ കാഞ്ഞിക്കുളത്ത് 2 ലോറികൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. കണ്ടെയ്നർ ലോറിയും മറ്റൊരു ലോറിയും കൂട്ടിയിടിച്ചതിന് പിന്നാലെ വാഹനങ്ങൾക്ക് തീ പിടിക്കുകയായിരുന്നു. അപകടത്തിൽ തിരൂർക്കാട് സ്വദേശി നാസർ എന്ന 29-കാരനായ ഡ്രൈവറാണ് മരിച്ചത്. വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ച ശേഷമാണ് നാസറിനെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. മൃതശരീരം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. പുത്തഞ്ചിറ പിണ്ടാണി പറയൻകുന്ന് റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് കുന്നിടിഞ്ഞ് 4 വീടുകളിലേക്കുള്ള നടവഴി അടഞ്ഞു. ഇന്നലെ രാത്രി 9:30ഓടെയാണ് സംഭവം. ഗോസായി വീട്ടിൽ രമേശൻ, തെക്കേടത്ത് വീട്ടിൽ മിഥുൻ, ചെട്ടിയാമ്പറമ്പിൽ സുബ്രഹ്മണ്യൻ, കരിപ്പാക്കുളം റഫീഖ് എന്നിവരുടെ വീടുകളിലേക്കുള്ള വഴിയാണ് മണ്ണിടിഞ്ഞടഞ്ഞത്. വിവരമറിഞ്ഞെത്തിയ വാർഡ് മെമ്പർ PC ബാബുവിന്റെ നേതൃത്വത്തിൽ റോഡിന് മുകളിൽ കുറ്റികൾ കുഴിച്ചിട്ട് വള്ളി കെട്ടി അപകട മുന്നറിയിപ്പ് നൽകി. മഴ ഇനിയും ശക്തമായാൽ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ അപകടാവസ്ഥയിലാകാൻ സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. യുവജനക്ഷേമ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് സ്ഥലം സന്ദർശിച്ചു. KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ദിനം ആചരിച്ചു. KPMS ജില്ലാ ഖജാൻജിയും പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PC ബാബു ഉദ്ഘാടനം ചെയ്തു. മാള യൂണിയൻ ഖജാൻജി വിശ്വനാഥൻ, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി കിരൺ, ശാഖാ സെക്രട്ടറി സജീവൻ, രക്ഷാധികാരി സുബ്രൻ, ശാഖാ ഖജാൻജി വിജയൻ KK എന്നിവർ സംസാരിച്ചു. KPMS പഴൂക്കര ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ജയന്തിയുടെ ഭാഗമായി മഹാത്മാവിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. ശാഖാ പ്രസിഡന്റ് PT അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. മാള യൂണിയൻ പ്രസിഡന്റ് PC സുബ്രൻ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി PC മണി, വൈസ് പ്രസിഡന്റ് KC സന്ദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര പലഹാര വിതരണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വിശക്കുന്ന വയറുകൾക്ക് തിരുവോണ നാളിൽ ഓണാഘോഷവും ഓണസദ്യയും ഒരുക്കി കരുതൽ കൂട്ടായ്മ. കൊടുങ്ങല്ലൂരിലെ വേറിട്ട ഓണാഘോഷത്തിന് ജനങ്ങളുടെ കയ്യടി. സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വർധന. ഓഗസ്റ്റ് 25 വരെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് 771.29 കോടി രൂപയുടെ മദ്യം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ലോറി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ വെന്തു മരിച്ചു. മുട്ടൂർ കാഞ്ഞിക്കുളത്താണ് പുലർച്ചെ അപകടം ഉണ്ടായത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.